ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിച്ച അമ്മുമ്മയുള്ള ഒരു കുടുംബത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ അമ്മുമ്മയുള്ള കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ചോദിച്ചാൽ, നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവനും കീഴടക്കിയാലും പിന്നെയും വേവലാതി ബാക്കി എന്ന് പറയും പോലെ ഒരിക്കലും തൃപ്തരാകാത്തവരാണ് നാർസിസിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ അമ്മുമ്മയുടെ വീഡിയോ എടുത്തിരിക്കുന്നത്. ആരെയും ബഹുമാനിക്കാത്ത, ആരെയും പരിഗണിക്കാത്ത, കരുണ, സഹാനുഭൂതി എന്നിവ ഇല്ലാത്തവരാണ് നാർസിസിസ്റ്റുകൾ. എല്ലാവരും നാർസിസിസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുക, ജീവിക്കുക, നാർസിസിസ്റ്റിന് സമ്പത്തും സമൃദ്ധിയും എത്തിക്കുക, മാത്രമല്ല അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക, അവർക്ക് വേണ്ടതെല്ലാം മനസ്സിലാക്കി നിറവേറ്റി കൊടുക്കുക, നാർസിസിസ്റ്റിനെ എനേബിൾ ചെയ്യുക, നാർസിസിസ്റ്റിന് വേണ്ടി ജീവിക്കുക, നല്ല അടിമയായി ഇരിക്കുക എന്നതാണ് ഇതിൻ്റെ ചുരുക്കം. എനിക്ക് അടുത്തറിയാവുന്ന ഒരു നാർസിസിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു തന്നെ തുടങ്ങാം. കുടുംബത്തിലെ 85 വയസ്സ് പ്രായമുള്ള അമ്മുമ്മയാണ് ഈ പറഞ്ഞ വ്യക്തി. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാറി ഒരു കുഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അമ്മുമ്മയ്ക്കാകട്ടെ കുടുംബപരമായി ലഭിച്ച ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റും മറ്റു വരുമാനങ്ങളുള്ള വസ്തുക്കളും ഉൾപ്പെടെ ഏകദേശം 80 വർഷം പഴക്കമുള്ള ഒരു ചെറിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവർക്കൊപ്പം അവരുടെ 55 വയസ്സോളം പ്രായമുള്ള കോൺട്രാക്ടറായ മകനുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന മകനാണ് കൂടെ ഉള്ളത്. അദ്ദേഹത്തിന് ഒരു ഭാര്യയും 3 മക്കളുമാണുള്ളത്. മക്കൾക്ക് ഏകദേശം 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് പ്രായമുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മകന് സിറ്റിയിൽ പ്രത്യേകമായി സ്വന്തമായി മറ്റൊരു പുതിയ വീടുണ്ട്. പക്ഷെ ഒരിക്കലും ആ കുടുംബം അവിടെ താമസിച്ചിട്ടില്ല. കാര്യം ഈ അമ്മുമ്മ തന്നെയാണ് അതിൻ്റെ കാരണം. എങ്ങനെയാണ് ഈ അമ്മുമ്മ ഇവരെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അച്ഛൻ ഉറങ്ങുന്ന വീട് ആണ് ഇത്. അതുകൊണ്ട് ഒരിക്കലും ഇവിടം വിട്ടു പോവുകയോ വീട് പുതുക്കി പണിയുകയോ ചെയ്യരുത്. ഞാൻ ഇവിടെ ജീവിക്കും, നിങ്ങളെല്ലാവരും എന്നെ നോക്കിക്കോണം, എനിക്ക് ചുറ്റും നിന്നോണം. ഇതാണ് അമ്മുമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇത് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും പ്രായമുള്ള മകന് ചിന്തിക്കാനും തീരുമാനിക്കാനും പറ്റാത്തത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. ഇവിടെയാണ് നാർസിസം എങ്ങനെയാണ് ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാർസിസിസ്റ്റുകൾ ഉപയോഗിക്കുന്ന പല ടെക്നിക്കുകളുണ്ട്. അതിൽ ചിലത് നമ്മൾ ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഗിൽറ്റ് ട്രാപ്പിംഗ് ആൻഡ് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ, അതാണ് ആദ്യമായിട്ട് ഈ വ്യക്തിയിൽ അവർ ചെയ്തിരിക്കുന്നത്. നിരന്തരമായി കുറ്റബോധം ജനിപ്പിക്കും വിധം, നിരന്തരമായി കുറ്റബോധം സൃഷ്ടിക്കുക ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ, വൈകാരികമായി ഭീഷണിപ്പെടുത്തുക. അത് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. നിനക്കായി ഞാൻ എൻ്റെ ജീവിതം മൊത്തം ജീവിച്ചു, നിന്നെ നോക്കി, നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇത്രത്തോളം നോക്കിയില്ലേ, എന്നിട്ട് നീ പുതിയ വീട് വെച്ച് പ്രത്യേകമായിട്ട് മാറുകയാണോ, ഇത് ശരിയായ കാര്യമാണോ എന്നുള്ള രീതിയിൽ വൈകാരികപരമായി ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അടിമകളാക്കി മാറ്റുക എന്നുള്ളതാണ് നാർസിസിസ്റ്റിൻ്റെ എല്ലാ നാർസിസിസ്റ്റുകളുടെയും രീതി അത് തന്നെയാണ്. അടുത്തതായിട്ട് അവർ ചെയ്യുന്ന വേറൊരു പ്രത്യേക ഒരു ടെക്നിക്കാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇര ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അവരെ സംശയിപ്പിക്കുന്ന വിധം പെരുമാറുക. അവരുടെ മുമ്പിൽ ക്ലാരിറ്റി ഇല്ലാത്ത വണ്ണം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ സംശയം ജനിപ്പിച്ച് അവരെ വീണ്ടും കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ കാലക്രമേണ ഈ പറഞ്ഞ വ്യക്തികൾ 40, 50, 60 വയസ്സായാൽ പോലും ഇങ്ങനെ ഒരു നാർസിസിസ്റ്റിക് അബ്യൂസിന് വിധേയനാണ് താനെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ മൂന്നാമത്തെ ഒന്നാണ് ട്രയാങ്കുലേഷൻ ആൻഡ് സ്മിയർ ക്യാമ്പയിൻ. ട്രയാങ്കുലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവർ നിരന്തരം പരാതിക്കാരായിരിക്കും. ഏതൊരു നാർസിസിസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും അവർ ഒന്നിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, എപ്പോഴും പരാതി ഉള്ളവരായിരിക്കും. സഹായിക്കുന്നവരെയും ചുറ്റും നിൽക്കുന്നവരെയും തമ്മിൽ അടുപ്പിക്കുക, അവർക്കിടയിൽ അവിശ്വാസം ജനിപ്പിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു
ഒരു വിനോദം. ചുറ്റും നിൽക്കുന്നവരെ മറ്റുള്ളവർ വഴി കുപ്രചരണം നടത്തുക, നേരിട്ട് പറയില്ല, പരദൂഷണം മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുക. അതിൻ്റെ അത് നടത്തിയതിനു ശേഷം അവരുടെ പാദസേവകരായി അവരെ തന്നെ തളച്ചിടുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ പറഞ്ഞ ഒരിടത്തും നമ്മൾ ആ മകൻ്റെ ഭാര്യയെക്കുറിച്ചോ അവരുടെ മക്കളെക്കുറിച്ചോ പറഞ്ഞില്ല. അതായത് ഈ അമ്മുമ്മ അല്ലാതെ മറ്റാർക്കും ആ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നാർസിസിസ്റ്റിൻ്റെ കൺട്രോളിൽ ജീവിക്കുന്ന എനേബിളറായ മകനും അവിടെ എനേബിളറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭാര്യയും അവരുടെ മക്കളും അപ്രസക്തരാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്, അവർക്ക് യാതൊരു പ്രസക്തി അവിടെ ഇല്ല. പല കുടുംബങ്ങളിലും ഇത്തരം അപ്രസക്തരായ അപ്രത്യക്ഷരായ വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് ഈ അമ്മുമ്മ ഇല്ലാത്ത ലോകമില്ല എന്ന് മാത്രമല്ല, ഇയാൾക്കോ ഇയാളുടെ കുടുംബത്തിനോ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്തവണ്ണം ജീവിതം മുരടിച്ച് ഒരു ബോൺസായി വൃക്ഷമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ആണെന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, നാർസിസിസ്റ്റിൻ്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ട് സ്വന്തം കുടുംബത്തിലെ കാര്യം നോക്കാം എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും സാധിക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം നാർസിസിസ്റ്റിൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത്യാഗ്രഹമുള്ള വ്യക്തികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണ് നാർസിസിസ്റ്റുകൾ. കാരണം ഇത്തരക്കാരെ കെണിയിൽപ്പെടുത്താൻ വളരെ വളരെ എളുപ്പമാണ്. ചില അത്യാഗ്രഹമുള്ള വ്യക്തികൾ സാമ്പത്തിക ലാഭത്തിനായി അല്ലെങ്കിൽ സ്വത്തുക്കൾ ലഭിക്കാനായി സ്വന്തം ജീവിതം ഇതുപോലെ ഹോമിക്കാറുണ്ട്. ഇദ്ദേഹം എന്തുകൊണ്ടാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നാർസിസിസ്റ്റിൻ്റെ കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടുക എളുപ്പമല്ല. ഇതൊരു ചെറിയ കുടുംബത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നാർസിസിസ്റ്റുകളുടെ കൂടെ സഹകരിക്കുന്നവരുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നാർസിസിസ്റ്റിൻ്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നാർസിസിസ്റ്റിനെ പൂർണ്ണമായി സഹായിക്കുന്ന എനേബിളേഴ്സ് അല്ലെങ്കിൽ ഫ്ലൈയിങ് മങ്കീസ്, ഇവർക്കും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റെല്ലാവർക്കും ജീവിതവും പെർമനൻ്റ് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ നിങ്ങളെ വിട്ടുപോവുകയുള്ളൂ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. കമൻറ്റുകളാണ് നമ്മുടെ വീഡിയോകൾ നന്നാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ശ്രമിക്കാം. അതുവരേക്ക് ഗുഡ് ബൈ.